കണ്ണൂർ പാനൂരിലെ വിഷ്ണുപ്രിയയെ കൊല ചെയ്ത ശ്യാംജിത്തിന് ജീവപര്യന്തം. തലശ്ശേരി അഡീഷണൽ സെഷൻ ജഡ്ജി AB മൃദുല ആണ് ശിക്ഷ വിധിച്ചത്. കേരളത്തിലെ ഒച്ചപ്പാടുണ്ടാക്കിയ കൊലപാതകങ്ങൾ ഒന്ന് തന്നെയായിരുന്നു ഇത്. ജനങ്ങള് അപ്രതീക്ഷിതമായി ഒരാള് എങ്ങനെയാണ് കൊലപാതകത്തിലേക്കെന്ന് ചാഴുന്നത് നമ്മൾ കണ്ടു. കഴിഞ്ഞ 5 വർഷമായിട്ട് വിഷ്ണുപ്രിയയും ശ്യാംജിത്ത് മാനത്തേരിയിലുള്ള ശ്യാംജിത്തുമായിട്ട് പ്രേമത്തിലായിരുന്നു. പാനൂര് ന്യൂക്ലിയസ് ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആയി ജോലി ചെയ്യുന്ന സമയമായിരുന്നു. രണ്ടുപേരും 5 വർഷത്തോളം നന്നായി പ്രേമിച്ചു. അതിനുശേഷം കഴിഞ്ഞ 6 മാസമായി ശ്യാംജിത്തിന് വലിയ അടുപ്പം അല്ലെങ്കിൽ ശ്യാംജിത്തിനോട് വലിയ സ്നേഹമൊന്നും വിഷ്ണുപ്രിയ കാണിച്ചില്ല. തന്നിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് മനസ്സിലായി. മറ്റാരോ ശ്യാംജിത്തിന് ഒരു സംശയം, വിഷ്ണുപ്രിയയുമായിട്ട് അടുപ്പമുണ്ടോ, അതുകൊണ്ടാണ് തന്നിൽ നിന്ന് അകന്നു പോകുന്നത് എന്ന് കരുതി. ഏതായാലും വിഷ്ണുപ്രിയയുടെ അച്ഛമ്മ മരിച്ചു. വിഷ്ണുപ്രിയയുടെ വീടിനോട് ചേർന്ന് തൊട്ടടുത്ത് അതിൻ്റെ ചടങ്ങുകളായി. അതിൻ്റെ 7ാം ദിനം ആ ചടങ്ങ് സമയത്ത് എല്ലാവരും അപ്പുറത്തെ വീട്ടിലായിരുന്നു. വിഷ്ണുപ്രിയയും അപ്പുറത്തെ വീട്ടിലായിരുന്നു. 12 മണിയായപ്പം വിഷ്ണുപ്രിയ തനിച്ച് തൻ്റെ തൊട്ടടുത്ത വീട്ടിലേക്ക് വന്നു. അവിടെ തൻ്റെ ബെഡ്റൂമിൽ അവിടെ കട്ടിലിൽ കിടന്നു. ഈ സമയം ശ്യാംജിത്ത് അവിടെ മതിൽ ചാടിക്കിടന്ന് ആ മുറിയിലെത്തി കഴുത്തറത്തു. കൈകൾ രണ്ടും വെട്ടി. 29ഓളം മുറിവുകളുണ്ട്. നിലവിളി കേട്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ആൾക്കാർ ഓടിയെത്തി. ശ്യാംജിത്ത് മതിൽ ചാടി ഓടി രക്ഷപ്പെട്ടു. ശ്യാംജിത്ത് ഒരു സാധാരണ മനുഷ്യനായിരുന്നു. പിതാവിനൊരു ചായക്കടയുണ്ടായിരുന്നു. അവിടുത്തെ ജോലികളെല്ലാം ശ്യാംജിത്ത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. നല്ല ഉത്തരവാദിത്വമുള്ള പക്വതയുള്ള ഒരാളായിട്ടാണ് എല്ലാവരും കരുതിയത്. 25-26 വയസ്സുണ്ടെങ്കിലും ആ ചെറുപ്പക്കാരുടെ ഒരു കുതന്ത്രങ്ങളും അല്ലെങ്കിൽ അവരുടെ ഒരു വിളച്ചിലുകളോ ചെറുപ്പക്കാരെ കാണിക്കുന്ന വികൃതികളൊന്നുമില്ല. ഹോട്ടലിലെ ജോലി ചെയ്യും, അച്ഛൻ്റെ ഒപ്പം നിൽക്കും, അവിടുത്തെ ഉത്തരവാദിത്തത്തോടെ എല്ലാം ചെയ്യും. അങ്ങനെ വളർന്നു വന്ന ശ്യാംജിത്താണ്. അത് ശ്യാംജിത്താണ് വിഷ്ണുപ്രിയയെ കൊന്നു എന്ന് പറഞ്ഞപ്പം പലർക്കും അതിശയം. ഒരിക്കലും അവനെ സ്വഭാവം അനുസരിച്ച് അങ്ങനെ പോവില്ല. വിഷ്ണുപ്രിയ അഗാധമായി സ്നേഹിച്ചുകൊണ്ടേയിരുന്നു. അയാളെ വീട്ടിലെ കടയിലെയും ജോലിയൊക്കെ ചെയ്ത് ആകെ ആശ്വാസം വിഷ്ണുപ്രിയയായിട്ടുള്ള പ്രേമമാണ്. അത് രഹസ്യമായിട്ട് വെച്ചുകൊണ്ടിരുന്നു. 4-5 വർഷം കഴിഞ്ഞപ്പം വിഷ്ണുപ്രിയ പതുക്കെ മാറിത്തുടങ്ങിയെന്ന് തോന്നി. തന്നിലേക്ക് തിരിച്ചു വരില്ല. അതുകൊണ്ട് അവളെ കൊല്ലാൻ തീരുമാനിച്ചു. അവസരം പാത്തിരുന്നു. അയാൾ പോയി പ്രത്യേകം ആയുധങ്ങളൊക്കെ സംഘടിപ്പിച്ചു. ആരും അറിഞ്ഞില്ല. അത് ആ മാനത്തേരി താഴെക്കളത്തിലുള്ളവർക്കൊക്കെ വിശ്വസിക്കാൻ മേല ഇയാൾ പോയി ആയുധമൊക്കെ സംഘടിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. ഏതായാലും കൃത്യമായി ഈ സ്ഥലത്ത് അയാൾ എത്തി. വെയിറ്റ് ചെയ്തു. അയാൾ മതിൽ ചാടിക്കടന്ന് അവളുടെ മുറിക്കകത്ത് കയറി നിഷ്ഠൂരമായ കൊലപാതകം നടത്തി. കഴുത്ത് വെട്ടി അറുത്തു. കൈകൾ രണ്ടും വെട്ടിക്കളഞ്ഞു. ഏതായാലും 10-29 മുറിവുകൾ ആ ദേഹത്തുണ്ടായി. എന്തായാലും 2022 ഒക്ടോബർ 22 ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് 12 മണിക്കാണ് ഈ സംഭവം. രാവിലെ മുതലേ ആ ചടങ്ങിന് അപ്പുറത്തെ വീട്ടിൽ നിന്ന് വിഷ്ണുപ്രിയ ഇടയ്ക്ക് ചിലപ്പം ക്ഷീണം തോന്നിയപ്പം വന്ന് കട്ടിലിൽ കിടന്ന സന്ദർഭം നോക്കി. അയാൾ വെയിറ്റ് ചെയ്യുകയായിരുന്നു. കാരണം ആ ദിവസം വിഷ്ണുപ്രിയ ജോലിക്കൊന്നും പോവില്ല, അവിടെ തന്നെ ഉണ്ടാവും എന്ന് കരുതി ആരും അറിയാതെ അവിടെ രഹസ്യമായിട്ട് വന്ന്
അവിടെ മതിൽ ചാടി അകത്ത് കയറി കൊല്ലുകയായിരുന്നു. ഏതായാലും ഇതുപോലെയുള്ള ധാരാളം കൊലപാതകങ്ങൾ കേരളത്തിൽ നടക്കുകയാണ്. വിഷ്ണുപ്രിയയുടെ മാതാപിതാക്കൾ ഖത്തറിലാണ്. വിവിധയും വിസ്മയും അരുൺ എന്ന 3 കുട്ടികൾ, 3 സഹോദരങ്ങളുണ്ട്. എന്തായാലും ഈ ഒരു സംഭവം ആ പ്രദേശത്തെ ആകെ പിടിച്ചു കുലുക്കുക തന്നെ ചെയ്തു. കുട്ടികൾ പലരും ചെറുപ്രായത്തിൽ പ്രേമത്തിലോട്ട് പോകും. വളർന്നു വരുമ്പം ഒരാൾക്ക് മറ്റൊരാൾ അത്ര സുഖം, അല്ലെങ്കിൽ മറ്റൊരാൾ അത്ര പാകതയുള്ള ആളല്ല. തൻ്റെ വരുമാനത്തിനും തൻ്റെ സാമ്പത്തിക സ്ഥിതിക്കും തൻ്റെ പഠനത്തിനും ഒക്കെ താഴെക്കിടയിലുള്ളതാണ് ഒരാൾ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പതുക്കെ പിന്മാറും. അങ്ങനെ നടക്കുന്ന സംഭവങ്ങളാണ് ഇതുപോലെയുള്ള കൊലപാതകങ്ങളിലേക്ക് പോഴുന്നത്. കഴുത്തിലെ മുറിവ് അത്ര ആഴത്തിലുള്ളതായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ജീവപര്യന്തം തടവ് കൊടുത്തു. 302 IPC പ്രകാരം വീടിനകത്ത് കയറി കൊലപാതകം നടത്തിയതിന് 10 വർഷം തടവ് കൊടുത്തു. 2 ലക്ഷം രൂപയുടെ പിഴയുമുണ്ട്. ഏതായാലും വിധി വളരെ ശ്ലാഘനീയമാണ്. ജഡ്ജി കൃത്യമായിട്ട് ആ എവിഡൻസുകളെല്ലാം കണ്ട് ശീലിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ യാതൊരു സംശയം തോന്നിയില്ല. ഇയാൾ തന്നെ കുറ്റക്കാരൻ. ജീവപര്യന്തം തടവിന് വിധിക്കുകയും ചെയ്തു.